എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. 300 ക്യാരറ്റ് കേട്ടോ, പിന്നെ 2-3 ടീസ്പൂൺ അണ്ടിപ്പരിപ്പ്, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ എടുക്കണം കേട്ടോ, മൈദ 2 ടീസ്പൂൺ എടുക്കണം, 1 കപ്പ് പഞ്ചസാര, 250 ml 1 കപ്പ് പഞ്ചസാര, 2 കപ്പ് പാൽ കേട്ടോ, അതും 250 ml കേട്ടോ. അതുപോലെ നെയ്യ് വേണം. നെയ്യ് ഞാൻ എടുത്തു വയ്ക്കാൻ മറന്നു കേട്ടോ. നെയ്യ് നമുക്ക് ഇട്ട് ശരിയാക്കാനുണ്ട് കേട്ടോ. നെയ്യ് വേണം കേട്ടോ. നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിന് നെയ്യ് എടുക്കാം കേട്ടോ. ക്യാരറ്റൊക്കെ വൃത്തിയായിട്ട് കഴുകി നന്നാക്കി കൊണ്ടുവരട്ടെ കേട്ടോ. നമുക്കിങ്ങനെ അത് കാണിച്ചു തരാം കേട്ടോ, ഞങ്ങൾ എങ്ങനെ എടുക്കണേന്നുള്ളത്. നോക്കിയാൽ വൃത്തിയായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചേമ്പി. ഇനി നമുക്കതൊന്ന് ഇതേപോലെ ഇതിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഉറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ പരുവത്തിന് കിട്ടും. കണ്ടോ, കാണിച്ചു കേട്ടോ. കുറച്ചും കൂടെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ കൈ ശ്രദ്ധിക്കണം കേട്ടോ. കണ്ട ഇതേപോലെ നമുക്ക് കനം കുറഞ്ഞ് നല്ല ഇതിൽ കിട്ടും. അപ്പോൾ ഇതേപോലെ ഒക്കെ ഞാൻ ശരിയാക്കി കൊണ്ടുവരട്ടെ കേട്ടോ. നോക്കിയേ, ഇതേപോലെ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ പാൽ ഇതിലേ ഒഴിക്കാം കേട്ടോ. നമുക്ക് ഇതിലൊഴിച്ചിട്ടേ മൈദപ്പൊടി അതിലിട്ട് കലക്കാം. നല്ലോണം കട്ടില്ലാണ്ട് കലക്കട്ടെ. എന്നിട്ട് വേണം നമുക്കിത് കലങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുപ്പ് കത്തിക്കാൻ കേട്ടോ. ഇത് കലക്കട്ടെ കേട്ടോ. അത് നല്ലോണം കലങ്ങിയിട്ടാ മൈദ പാലില്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് പഞ്ചസാരയും ക്യാരറ്റും കൂടെ ഇട്ട് നല്ലോണം ഇളക്കണം കേട്ടോ. ഇതൊന്ന് ചൂടാവട്ടെ. നല്ലോണം ചൂടായിട്ടാ. ഇനി നമുക്ക് പഞ്ചസാരയും ക്യാരറ്റും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിട്ടാ. ഇനി നമുക്ക് ഇതും കൂടി ഇടാം കേട്ടോ. ക്യാരറ്റ് ഇട്ട് കൊടുക്കും. ഇത് നമ്മളിങ്ങനെ ഇളക്കി വരുമ്പോഴുണ്ടല്ലോ, അടി പിടിക്കാണ്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കൈ വിടാണ്ട് ഇളക്കണം. അതേപോലെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഇനി നല്ലോണം ഇളക്കി റെഡിയാക്കട്ടെ കേട്ടോ. കണ്ട നല്ലപോലെ തിളച്ചു കൂട്ടാ. നമ്മളെ പൊട്ടിത്തെറിച്ച് തുടങ്ങി. അത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് ഒഴിക്കാറാവുള്ളൂ കേട്ടോ. നെയ്യ് ഒഴിക്കണ വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നമുക്ക് പാനായതുകൊണ്ട്, ഫ്രൈ പാനായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ വേഗം കൊണ്ടൊന്നും പിടിക്കില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദൊക്കെ പോയി. ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കിടാങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാ. ക്യാരറ്റ് അല്ലേ, അടിപൊളിയാണ്, നല്ല സ്വാദുള്ളതാണ്. ഇതൊക്കെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ എല്ലാവരും. വെക്കേഷനായിട്ടൊക്കെ ഉണ്ടാക്കിക്കോളൂ. വിഷുവല്ലേ വരുന്നേ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കിടാങ്ങൾക്ക് കൊടുത്തോളൂ. എളുപ്പം കഴിയണതാണ് കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഞാൻ നെയ്യ് ഒഴിക്കുന്ന ഭാഗമാകുമ്പോൾ വീണ്ടും വീഡിയോ പിടിക്കാം കേട്ടോ. ഈ പരുവാകുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കാം കേട്ടോ. രണ്ട് 3 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാം കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഇളക്കാനുണ്ട് കേട്ടോ ആവാനായിട്ട്.
നമുക്ക് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി 2 ടീസ്പൂണും കൂടെ നെയ്യ് നമുക്ക് ഒഴിക്കട്ടെ. പിന്നെ നമുക്ക് നെയ്യ് ഒഴിക്കണ്ട. അണ്ടിപ്പരിപ്പ് നമുക്ക് നെയ്യിൽ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ടീസ്പൂൺ കൂടെ ഒഴിക്കാം. ഇനി നെയ്യ് വേണ്ട, ഒന്നും കൂടെ ആവണം കേട്ടോ. നോക്കി വയ്ക്കാൻ റെഡി ആയിട്ടോ, ഹലുവ റെഡിയായി. അപ്പം ഇനി നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇടാട്ടോ. അത് വറുത്ത് വെച്ചിട്ടുണ്ടായി ഞാൻ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടാകുമ്പോഴേക്കും ഉണ്ട്. നിങ്ങൾക്ക് ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ ഇടാട്ടോ. അത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് പുരട്ടി കിണ്ണത്തിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ചൂടാറുമ്പോൾ നമുക്ക് മുറിച്ച് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയർ കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാൻ പോകുന്നു കേട്ടോ. പ്ലേറ്റിൽ ഞാൻ നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓടി ഇറങ്ങി പ്ലേറ്റിലേക്ക് പോകും. വേണമെങ്കിൽ ഒരു പ്ലാവിലേക്ക് എടുത്തിട്ട് ഒന്ന് തടവിയാൽ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും കേട്ടോ. റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്യാരറ്റ് ഹൽവ മുറിക്കാം കേട്ടോ. നല്ലോണം തണുത്തു. നമുക്ക് എടുക്കാം കേട്ടോ. ഞാനൊക്കെ എടുത്ത് വയ്ക്കട്ടെ കേട്ടോ. ഞാൻ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേക്കണ്ടോ എന്തൊരു നല്ല ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ.